റമളാൻ സീരീസ് വീഡിയോസിലോട്ട് സ്വാഗതം. ഇതൊരു വീഡിയോ അല്ല, പല വീഡിയോസിലായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. റമളാൻ കൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടാവാം. ചിലർക്ക് പോസിറ്റീവായിട്ടും ചിലർക്ക് നെഗറ്റീവായിട്ടും ഉണ്ടാവാം. ചിലർക്ക് ഇതിന് സയൻറ്റിഫിക് പ്രൂഫുകൾ വേണ്ടി വരും. സോ ഇതൊരു സീരീസാണ്. സോ നിങ്ങൾക്ക് ബാക്കി വീഡിയോസ് കൂടെ കാണുക. അതിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സയൻറ്റിഫിക് പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ സ്റ്റേജുകളിലായിട്ടാണ് ബോഡിയിൽ മാറ്റം വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം ഇതൊരു ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടിയാണ് മജോറിറ്റി നമ്മളെല്ലാവരും ഒരു നോമ്പെടുക്കുന്നത്, അല്ലേ? ആത്മീയത പോലെ തന്നെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്. പക്ഷേ ഈ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ റമളാനിൽ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പറയാണ്, ഫ്രൈഡ് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ഫുഡ് കഴിക്കുക. അതുപോലെ ഉറങ്ങേണ്ട സമയം മിനിമം 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം. ബാക്കി നമ്മൾ പ്രയറും കാര്യവും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ എന്നാലും ഒരു സ്ലീപ്പിംഗ് ടൈം നിങ്ങൾ 6 മണിക്കൂർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഡേ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ബോഡിയിലെ ചേഞ്ചസ് പറയുമ്പോൾ ബോഡിക്ക് മെയിനായിട്ടും ഒരു ഡീടോക്സിഫിക്കേഷൻ, അതായത് ബോഡിയിൽ നിന്ന് വിഷാംശങ്ങളൊക്കെ ഇല്ലാതാകുക, നമ്മുടെ ബോഡിയിലെ കോശങ്ങളെ റിപ്പയർ ചെയ്യുക, നന്നാക്കുക, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കുക. ഇപ്പം ഡീടോക്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ ശുദ്ധീകരണ പ്രോസസ്സ് നമുക്ക് പറയാം. അത് നടക്കുന്നു എന്നാണ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളത്. നമുക്ക് പല സ്റ്റേജുകൾ, 4 സ്റ്റേജായിട്ട് ഇതിനെ തിരിക്കാം. സ്റ്റേജ് 1 എടുക്കുമ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് നമ്മുടെ ആദ്യത്തെ നോമ്പുകളുടെ സമയമാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് പാടായിരിക്കും പിടിക്കാൻ. കാരണം നമ്മൾ അത്രയും നാൾ കഴിച്ചുകൊണ്ടിരുന്നത് പോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടും, ചിലപ്പോൾ തലകറക്കം, തലവേദന, ഛർദ്ദിക്കാൻ വരവ്, ഇതൊക്കെ അനുഭവപ്പെടും. ഇത് ആദ്യത്തെ ഒരു സമയത്താണ്. സ്റ്റേജ് 2 ആകുമ്പോൾ നമ്മുടെ ദഹന സിസ്റ്റം ഉണ്ടല്ലോ, ദഹന സിസ്റ്റം കുറച്ചും കൂടി ഏബിൾ ആകും. നമ്മുടെ ഒരു റെസ്റ്റിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേജിലോട്ട് പോകും. ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എനർജി അവർ സെൽ റിപ്പയറിന് വേണ്ടി, കോശങ്ങളെ നന്നാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. എസ്പെഷ്യലി ശ്വേതരക്താണുക്കൾ, വൈറ്റ് സെൽസിൻ്റെ നന്നാക്കലിന് മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമൊക്കെ നല്ല ബൂസ്റ്റപ്പ് ആവും. ഇനി സ്റ്റേജ് 3 വരുമ്പോൾ, 3ാമത്തെ ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ നമ്മൾ പയ്യെ ഈ ഒരു ഫാസ്റ്റിങ്ങുമായിട്ട് അഡാപ്റ്റ് ആവും. അതായത് ബോഡിക്ക് വിശപ്പ് ഒക്കെ വരുന്നതൊക്കെ കുറയും, നമ്മൾ കുറച്ചുകൂടെ അഡാപ്റ്റ് ആവും, കുറച്ചുകൂടെ എനർജി നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ ഫുൾ ഇപ്പം ബാക്കി ആമാശയത്തിലൊക്കെ ആണെങ്കിൽ, ദഹന വ്യവസ്ഥയാണെങ്കിലും മുഖ്യ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ കിഡ്നി, ലിവർ, ലങ്സ് ഇവരുടെയൊക്കെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത് ഈ സമയത്താണ്. സ്റ്റേജ് 4 എന്ന് പറയുമ്പം അവസാനത്തെ 10, റമളാനിലെ അവസാനത്തെ 10ലാണ് സ്റ്റേജ് 4 നടക്കുന്നത്. ഈ സമയത്ത് ഹൈലി എനർജറ്റിക് ആയിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എനർജറ്റിക് ആയിരിക്കും. അതുപോലെ ഹീലിംഗ് പ്രോസസ്സുകളെല്ലാം ബോഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റേജ് 3 കൊണ്ട് എല്ലാ ഡീടോക്സിഫിക്കേഷനും നടന്നിട്ടുണ്ടാവും. സോ മാക്സിമം കപ്പാസിറ്റിയിൽ മാക്സിമം ഫങ്ഷണൽ എബിലിറ്റിയോട് കൂടിയായിരിക്കും ഈ ഒരു അവസാനത്തെ 10 എത്തുമ്പോൾ നമ്മുടെ ബോഡി ഇരിക്കുന്നത്. ഇതോടുകൂടി ബോഡിയുടെ ശുദ്ധീകരണ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആവും. പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയിൽ ഈ പ്രോസസ്സുകളൊക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടി ശരീരത്തോട്ട് ചെല്ലണം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള, ഓയിലി കണ്ടൻറ്റ് കുറവുള്ള നല്ല ആഹാരങ്ങളും കൂടി കഴിച്ചാലേ ഉള്ളൂ നമുക്ക് ആത്മീയപരമായിട്ട് മാത്രമല്ല ഹെൽത്ത് വൈസായിട്ടും റമളാനിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഗുണം നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും റമളാൻ ടിപ്സുമായിട്ട് നമ്മൾ റമളാൻ സീരീസിൽ എത്തുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ.